12-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 7 വരെയുള്ള 6, 7, 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ദയവായി വായിക്കാം. അപ്പോൾ ആക്ട്സ് Acts chapter 12, verses 6 to 8. And when Herod was about to bring him out, that night Peter was sleeping, bound with 2 chains between 2 soldiers, and the guards before the door were keeping the prison. Now, behold, an angel of the Lord stood by him, and a light shone in the prison, and he struck Peter on the side and raised him up, saying, "Arise quickly," and his chains fell off his hands. Then the angel said to him, "Gird yourself and tie on your sandals." And so he did, and he said to him, "Put on your garment and follow me." ആമേൻ. ഉറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്ക് ദൂതൻ വന്ന് തട്ടി ഉണർത്തും. പക്ഷെ ദയവേത് ഇറങ്ങിപ്പോകരുത്, ആരാധന കഴിയാതെ ആരും പോകരുത്. വളരെ ശ്രദ്ധയേറിയ ചില വാക്യങ്ങളാണ് ഇന്ന് പകൽ നമുക്ക് വായിച്ച് കേൾപ്പാൻ ഇടയായി തീർന്നത്. We were able to hear some very important verses today. ദൈവം വളരെ അനുഗ്രഹത്തോടെ നൽകി തരുന്ന ഈ തിരുവചനങ്ങൾക്കായി സ്തോത്രം. I thank the Lord for these blessed verses that the Lord is giving us. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം ദൈവാത്മാവ് ഒരു നിയോഗിതമായി കഴിഞ്ഞ വർഷം നമ്മൾ പഠിക്കുവാൻ ആരംഭിച്ചു. ഈ മാസം 12-ാം മാസം 12-ാം ചാപ്റ്ററിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം ഇടയാക്കി. The Lord gave us an anointing to study from the book of Acts from the last year onwards, and now the second year, the 12th month, we've reached the 12th chapter of the book of Acts. വളരെ വേഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും ദൈവാത്മാവ് ചില വിഷയങ്ങളിൽ, ചില വാക്യങ്ങളിൽ, ചില വാക്കുകളിലൊക്കെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കർത്താവ് അനുവദിച്ചാൽ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ ഈ ദൈവവചനങ്ങൾ പഠിച്ച് വിശേഷാൽ ആക്ട്സ് നമുക്ക് പഠിച്ച് പൂർത്തീകരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. There are many things that we have been learning for the past 2 years from this chapter. There are certain verses, there are certain phrases that the Lord is speaking to us from. Let us continue with this book of Acts. വിശേഷാൽ ഈ വാക്യങ്ങളിൽ വായിച്ച വേദഭാഗങ്ങളിൽ ചില വാക്കുകൾ മാത്രം നിങ്ങളോട് ചേർത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുക. I would like to turn your attention to certain words that we see in these verses, and I would like to conclude it there. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 5-ാം വാക്യം വരെ വായിച്ചു. 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ച് പോന്നു. And last week we read from Acts chapter 12 verses 5, and that is how we concluded it. And it says, Peter was therefore kept in prison, but constant prayer was offered to God for him by the church. അവിടെ 2 വാക്കുകൾ നമുക്ക് കാണുവാനായി കഴിയുന്നു. There are 2 words that we see there. മലയാളത്തിൽ ഇങ്ങനെ എന്ന് പറയുന്നു, അപ്പോൾ തന്നെ ഇംഗ്ലീഷിൽ ഇങ്ങനെയെന്നും, ഈ അടുത്ത വാക്യത്തിൽ എന്നാൽ എന്നുള്ളൊരു വാക്കും കൂടെ, ബട്ട് എന്നുള്ള വാക്കും കൂടെ ചേർത്തിരിക്കുന്നു. And we see in the English phrase we see therefore, and the next word we see is but. നമുക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എപ്പോൾ ഈ എന്നാൽ ബട്ട് എന്ന വാക്ക് വരുന്നോ അവിടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ട് എന്നുള്ളത്. ഈ തിരുവചനം നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ മുഴുവൻ പഠിച്ചാൽ ഈ അവസാന ചാപ്റ്റർ വരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. And when we study the scripture, we see that when the word but comes in, we know that there is the work of the Lord that is going to be followed after the first act. തലേരാത്രിയിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി ചേവകരുടെ നടുവിൽ, ഗ്രൂപ്പുകളുടെ നടുവിൽ, തന്നെ നോക്കുവാൻ പടയാളികളുടെ നടുവിൽ കിടക്കുന്ന
ഒരു പത്രോസ്. And on the previous night, we see a Peter who was in the prison and who is being delivered to 4 squads of soldiers, and there he is. ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ തന്നെ കൊല്ലുവാൻ പ്ലാൻ ഇട്ട് വെച്ചിരിക്കുന്ന ഹെരോദ രാജാവും അവൻ്റെ പ്രസാദമായി നിൽക്കുന്ന യഹൂദന്മാരും. And in the next day, he is being planned to be killed by Herod, and it is being something that is of great pleasure to the Jews as well. ഇങ്ങനെ അവർ അവനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, And as they were taking care of him in this manner, ഇങ്ങനെ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, അവിടെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. and when we see that it is done in this manner, there is some peculiarity to ഒരു it. ചോദ്യം അവിടെ വരുന്നു, ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ എന്നുള്ളതാണ്. So the question is, how is it that they took care of him? പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്നു. ഇങ്ങനെ കിടക്കുമ്പോൾ, And now as Peter was therefore kept in prison in this manner, ഇങ്ങനെ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, and the meaning of this word is, ഒരിക്കലും ഇനി പുറത്തു വരാൻ കഴിയത്തില്ല എന്ന് അങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യൻ. and so the meaning of it is that there is no scope or there is no hope for him to get out of the prison. ഇങ്ങനെ പത്രോസ് പ്രിസണിൽ കിടക്കുമ്പോൾ അങ്ങനെ എന്നാൽ ഒരു സംഭവം കൂടെ സംഭവിക്കുകയാണ്. So Peter was therefore kept in the prison, but there was a constant prayer. ഇങ്ങനെ പീറ്റർ പ്രിസണിൽ കിടക്കുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ എന്നാൽ സഭ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. As Peter was therefore kept in the prison, but there was constant prayer by the church. ഇവിടെ ഇങ്ങനെ എന്ന ശബ്ദത്തിന് വളരെ ശക്തിയുണ്ട് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ, And as we understand that there is a lot of power to the way how Peter is kept in the prison, എന്നാൽ എന്നുള്ള വാക്കിന് അതിലും ശക്തിയുണ്ട്. but there is more power to what is going to happen after that. എന്നാൽ എന്ന് പറയുന്നിടത്ത് ആമേൻ അടിസ്ഥാനം വരെ ഇളകുന്ന ഒരു ശക്തിയുണ്ട്. And when we see the word but, there is a power that is going to shake even the foundations. എന്നാൽ എന്ന് പറയുന്നിടത്ത് സ്വർലോകം മുഴുവൻ ഇളകുന്ന ഒരു ശക്തിയുണ്ട്. And when we see the word but, there is a power that can even shake the heavens. എന്നാൽ എന്ന് പറയുന്ന ഇടത്ത് ആമേൻ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഒരു വിടുതലുണ്ട്. And in that place you can see that there is going to be a twist and there is going to be a deliverance that no man has foreseen. എന്നാൽ എന്ന് പറയുന്നിടത്ത് ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു അത്ഭുത പ്രവൃത്തി ഒളിഞ്ഞു കിടപ്പുണ്ട്. And when we see that word but, you can understand that there is going to be a miracle that no man has ever seen. എന്റെ ചോദ്യം ഈ ഭാഗത്ത് നിന്ന് തന്റെ ദൈവമക്കളോട് ചോദിക്കട്ടെ. I have a question to the children of God who are here today. നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് ഇങ്ങനെ എന്നുള്ള വിഷയത്തിലോ നിങ്ങൾ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് എന്നാൽ എന്നുള്ള വിഷയത്തിലോ? And do you hold on to the word but, or do you hold on to the word therefore? ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ എന്ന വിഷയത്തിലാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് പറയണം, എന്നാൽ ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. But today, if you think that you're still holding on to the word therefore, let us be able to say that I will hold Amen, on to the amen, word amen. but, because we will see the work of the Lord through it today. ഇങ്ങനെ എന്ന വിഷയത്തിൽ നിന്നെ കുരുക്കിയിടാൻ നീ അനുവദിക്കരുത്. You should not be in chain because of the word therefore. ഇങ്ങനെ എന്ന വിഷയത്തിന്റെ നടുവിൽ നീ ഹോൾഡ് ചെയ്തിരിക്കരുത്. And you should not be in chains because of the works of the word therefore. എല്ലാരും പറയും ഇങ്ങനെ മാത്രമേ സംഭവിക്കത്തുള്ളെന്ന്, എന്നാൽ ഇന്ന് പറയണം, എന്നാൽ എന്റെ ദൈവത്തിന് എന്റെ മഹത്വം കൊടുക്കുമ്പോൾ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. But when people around you say that this will happen only in this manner, you should be able to say that but my God will work for me. കഴിഞ്ഞ 2025 ഡിസംബർ മാസം ഇന്ന് വരെയും ഇങ്ങനെ മാത്രമേ സംഭവിച്ചുള്ളൂ എന്ന് നീ പറയുമ്പോൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് പറയണം, എന്നാൽ 31 മുമ്പ് ചില വിടുതലുകൾ എനിക്ക് നടക്കാൻ പോവുകയാണ്. And if you think that in this month everything has happened to you in this way, and in this year it has happened in this way, you should have the confidence that but the Lord will deliver me and work for me before December 31st. ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ. And as I stand here, let me proclaim this. പീറ്ററിന്റെ വിധിയല്ല ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത്, എന്നാൽ ഹെരോദാവിന്റെ വിധിയല്ല ദൈവത്തിന്റെ മുമ്പിൽ സംഭവിക്കാൻ പോകുന്നത്. And it is not the fate of Peter that you see here, it is not the fate of Herod that you see here. പീറ്ററിന്റെ വിധി നടപ്പാക്കാൻ എന്നാൽ എന്ന വിഷയത്തിന്റെ മുമ്പിൽ അത് സംഭവിക്കുകയില്ല. And the word but will not therefore will not confine the fate of Peter.
Praise the Lord. Amen. വിധി മുഴുവൻ നിശ്ചയിക്കുന്നതും നിവർത്തിക്കുന്നതും സ്വർഗ്ഗത്തിലെ ദൈവം. And the fate is going to be done and it is going to be delivered by the Lord Jesus. ഇന്നുകൂടെ പറയുന്നു, ലോകം നിനക്കെതിരെ വിധി എഴുതുമ്പോൾ നീ അവിടെ അതിൻ്റെ അപ്പുറം ഒരു വാക്ക് എഴുതിയേക്കണം. എന്നാൽ In other words, I would say that when the world says that this is your fate, you can say that the Lord will work and you can hold on to the word. But ശത്രു നിനക്ക് എതിരെ വിധി എഴുതും ഇങ്ങനെ എന്ന് എഴുതുമ്പോൾ നീ അതിൻ്റെ അപ്പുറം എഴുതി വെച്ചോണം. എന്നാൽ when Satan says that therefore this is going to happen to you, you can continue that phrase by saying that but the Lord will work for me. എന്നാൽ എന്നുള്ളതിനൊരു പ്രത്യേകത കൂടെയുണ്ട്. But there is also a peculiarity for the word but. കായബലം കൊണ്ടോ ആൾബലം കൊണ്ടോ നേടാൻ പറ്റാത്തതാണ് എന്നാൽ എന്നുള്ള ഭാഗത്തുള്ളത്. It will not happen through the fruits of your labor and it will not happen through the work of your labor. നിന്റെ കുടുംബം മഹിമ കൊണ്ട് നേടാൻ പറ്റാത്തതാണ് എന്നാൽ എന്നതിൻ്റെ അപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. And what you can't receive from your family and from the blessings of your family is what is there that is confined to the word but. സ്പിരിച്വൽ സ്വാധീനം കൊണ്ടോ പൊളിറ്റിക്കൽ സ്വാധീനം കൊണ്ടോ നേടാൻ പറ്റാത്തതൊന്നാണ് എന്നാൽ എന്ന അതിൻ്റെ അപ്പുറം And എഴുതിയിരിക്കുന്നത്. it is something that you cannot get through your spiritual or your political balances that you have. കുടുംബ നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ കഴിവ് കൊണ്ട് നേടാൻ പറ്റുന്നതല്ല എന്നാൽ എന്നുള്ള ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. And this is not something that you can get through the power of the education that you have. പാരമ്പര്യം കൊണ്ട് ട്രഡീഷൻ കൊണ്ട് കിട്ടുന്ന ഒന്നല്ല എന്നാൽ എന്ന് And you എഴുതിയിരിക്കുന്നത്. will not receive this through the traditions that you have. സമൂഹത്തിൽ നിനക്ക് വലിയ പിടിപാടുള്ളത് കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല എന്നാൽ എന്ന വാക്കിന്റെ അപ്പുറത്ത് And you എഴുതിയിരിക്കുന്നത്. cannot receive it through the influence that you have in the society. ഭരണകൂടത്തിന്റെ വലിയ സ്വാധീനമുള്ളത് കൊണ്ട് കിട്ടുന്ന ഒന്നല്ല എന്നാൽ എന്ന് എഴുതിയിരിക്കുന്നതിന്റെ അപ്പുറം എഴുതിയിരിക്കുന്നത്. And this is not an influence that you will get through the government that you know. നിയമം കൊണ്ടോ കോടതി കൊണ്ടോ കിട്ടുന്ന ഒന്നല്ല ഈ എന്നാൽ എന്ന വാക്കിന്റെ അപ്പുറം എഴുതിയിരിക്കുന്നത്. And this is not something that you can receive through the laws, or this is not something that you can receive through the courts or the law. ഒന്നും നേടിയെടുക്കാൻ കഴിയത്തില്ല എന്ന് വിചാരിക്കുന്ന ഇടത്ത് ദൈവ പൈതലിന് നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ എന്നാൽ എന്ന വാക്കിന്റെ അപ്പുറം എഴുതി വെച്ചിരിക്കുന്നത്. And when you think that there is nothing that you can attain, what is written after this but is something that we can attain through Jesus Christ. എന്നാൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഇത് നിന്റെ കൂടെ കാണും. But if you are ready to pray to the Lord, it will be with you. എന്നാൽ സഭ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഇത് നിന്റെ കൂടെ കാണും സഭയെ. But if the church of the Lord is ready to pray, that it will be there with the church of God. കുടുംബങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ എന്നാൽ എന്ന വാക്ക് നിന്റെ കൂടെ കാണും. But if the families are ready to pray with you, it will be there with you. വീണ്ടെടുക്കപ്പെട്ട തന്റെ ജനം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ എന്ന വാക്ക് എന്നാൽ എന്നുള്ള വാക്ക് കൂടെ ചേർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകും. And if we are redeemed by the blood of God, and if we are ready to pray to the Lord, that word but and what happens after that belongs to us. അതിന് തയ്യാറായാൽ ദൈവം തന്റെ വിധി തന്റെ ജനത്തിന്റെ മേൽ നിവർത്തിക്കാൻ തയ്യാറാ. And if we are ready to do that, what is the Lord's ordinance for us? He is ready to fulfill that for Praise us. the Lord. Amen. Praise the Lord. Amen. എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഞാൻ ഒത്തിരി ബൈബിൾ വേർഷൻസ് ആ ഭാഗത്തൊന്നും പഠിച്ചു നോക്കി. I was very happy when I read through different versions of the same verse. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു പോന്നു. And we see that there was constant prayer that was offered by the church. ഇംഗ്ലീഷിലുള്ള ഒത്തിരി ബൈബിൾ വേഴ്സസ് ഞാൻ വേർഷൻ പല കമ്പാരിസൺ ചെയ്ത് പഠിക്കുവാനായിട്ട് ഇടയായി. I was able to study from different English versions of this verse. ചിലയിടത്ത് എഴുതിയിരിക്കുന്ന സഭ fervently praying എന്ന് എഴുതിയിരിക്കുന്നു. And another version I saw that it says that the church fervently prayed. മറ്റൊരിടത്ത് ചർച്ച് fervent prayer was being made എന്ന് എഴുതി. Another version I saw that is written that it is fervent prayers that was made. മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്ന prayer was made without ceasing എന്ന് എഴുതിയിരിക്കുന്നു. Another version you see prayer was made without ceasing. മറ്റൊരു വേർഷനിൽ എഴുതിയിരിക്കുന്ന prayer was offered to God എന്ന് എഴുതിയിരിക്കുന്നു. Another version you see that it says that the prayer was offered to God. മറ്റൊരു വേർഷനിൽ fervent and persistent prayer for him എന്ന് എഴുതിയിരിക്കുന്നു. Another version you see a fervent and persistent prayer was given to. മറ്റൊരു വാക്കിൽ വചനത്തിൽ എഴുതിയിരിക്കുന്ന earnestly pray to God എന്നാണ്. Another version I saw earnestly praying to the Lord. വേറൊരിടത്ത് എഴുതിയിരിക്കുന്ന never stop praying to God എന്നാണ്. Another version you see never stop praying to the Lord. മറ്റൊരു വേഷം കാണുന്നത് praying very hard to God. Another version you see praying very hard to the Lord. മറ്റൊരു വേഷനിൽ എഴുതിയിരിക്കുന്നത് constant prayer was made to God. Another version you see constant prayer was made to the Lord. ഇത് ഇത്രയും വാക്കുകളാണ്
ഈ പ്രാർത്ഥനയെക്കുറിച്ച് വിവിധ വേർഷൻസിൽ കാണാൻ പറ്റുന്നത്. These are the different phrases that you see about this prayer in different versions of the English Bible. പകൽ ദൈവസന്നിധിയിലായിരിക്കും ദൈവമക്കളെ എങ്ങനെയാ പ്രാർത്ഥിക്കണ്ടേ? To the children of God, how do we have to pray? ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചോണം. We have to combine all these phrases and pray. 2025 ഡിസംബർ 31 മുമ്പ് എന്നാൽ എന്ന വിഷയത്തിന്റെ മറുപടി കിട്ടാൻ പോവുകയാണ്. And before we end the year 2025, we are going to get the answer for the word but. ഇങ്ങനെ അങ്ങോട്ട് കയറാനല്ല ദൈവം ആഗ്രഹിക്കുന്നേ. This is not how God wants us to enter. ഇങ്ങനെ എന്ന വാക്കിൽ കയറാനല്ല ദൈവം ആഗ്രഹിക്കുന്നേ. God doesn't want us to hold on to the word therefore. ഇന്ന് പകൽ ഈ 31 നമ്മൾ കയറുന്നത് എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാ. But today we are going to pray that we will enter into the next year by using the word but. എന്നാൽ എന്നുള്ള വാക്ക് ഒത്തിരി ഇടത്തുണ്ട്, എവിടെയും കയറാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. There are so many places we see the word but I don't want to enter into those words. അതുകൊണ്ട് ആ വാക്കിൽ ഇന്ന് പകൽ പിടിച്ചു നിന്നോണം. But today you have to cleave on to that word. ഈ 31 നമ്മൾ കയറുന്നത് എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. And today let's proclaim that we will get into the എന്നാൽ December 31st ഞാൻ by holding ദൈവത്തിന്റെ on to this മഹത്വം word. കാണും. But I will see the glory of the Lord. എന്നാൽ ഞാൻ ദൈവത്തെ ആരാധിക്കും. But I will worship the Lord. എന്നാൽ ഞാൻ ദൈവത്തിൽ പുകഴും. But I will give praise and I will honor the എന്നാൽ Lord. ഞാൻ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണും. But I will see the miracles of the Lord. എന്നാൽ ദൈവം എന്നോട് കൂടെ നിൽക്കും. But the Lord will be with me. ഞാൻ ദൈവത്തോട് കൂടെ നടക്കും. But I will walk with my Lord. ദൈവത്തിന്റെ മകനായി ജീവിക്കും. But I will live as the son of God. എന്നാലും ഞാൻ വീണു പോകത്തില്ല. Even then I will not fall away. എന്നാലും ഞാൻ കണ്ണുനീരിൽ പോകത്തില്ല. Even then I will not be shattered by my എന്നാലും ഞാൻ tears. തളർന്നു പോകത്തില്ല. Even then I will not be shattered. എന്നാലും എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. But the Lord is with me. കരങ്ങൾ അടിച്ച് കർത്താവിന് ഒരു മഹത്വം കൊടുത്താ. Let's praise the Lord. Praise the Lord. അതുകൊണ്ട് ഒരുക്കത്തോടെ വന്ന് പറയണം എന്നാൽ എന്ന ദൈവസന്നിധിയിൽ. So we ഹല്ലേലൂയ. should come with it in anointing and say the word but. അടുത്ത സ്വീക്കൻസിലേക്ക്, അടുത്ത ലെവലിലേക്ക് നാം കടക്കാൻ പോവുകയാണ്. We are going to get into the next verse. അവിടെ എഴുതിയിരുന്നു അവർ ഒറ്റിരുന്നു പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് നമ്മൾ കേൾക്കാനിടയായേ. And we see that they had constant prayer that was given. വേദനയോടെ പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ അവിടെ കണ്ടു. And we see that they were weeping and praying to the Lord. കരഞ്ഞ് പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് നാം കണ്ടു. And we also see that they offered prayer constantly. ഇതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയാണ്, മറുപടി കിട്ടുന്നത് വരെ അവർ പ്രാർത്ഥിച്ചു. So the meaning of this is that they wanted the answer for this prayer. തലേ രാത്രിയിൽ ചങ്ങലയാൽ കിടക്കപ്പെട്ടുന്ന രണ്ട് പടയാളികളുടെ നടുവിൽ, അങ്ങനെ നമ്മൾ വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്ന തലരാത്രിയിൽ പത്രോസ് രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. And we see in the previous night Peter was sleeping and he was bound by two chains between two soldiers. നാം പഠിച്ചു കഴിഞ്ഞാൽ പത്രോസിന് ഭയമില്ലാതെ കിടന്നുറങ്ങുക. So now if we study, we understand that Peter is sleeping without any fear. ന്യായമായും പത്രോസിന് ഭയം വേണ്ടേ? Peter should have had the fear. തനിക്കറിയാൻ തന്റെ കുടുംബത്തെക്കുറിച്ചൊരു ഭയം കാണണം. He should have had a fear about his family. ഒരു വേദന, തനിക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു വേദനയുണ്ട് തന്റെ കുടുംബത്തെ ഓർത്ത്. Maybe he might have had a pain, a mental pain about his family. തന്റെ സഹോദരങ്ങളെ വിട്ടുപോകുന്നതിന്റെ ഒരു വേദനയുണ്ട്. Maybe he is worried about being left away from his brothers. തന്നെ ഒരു ഭയമായിട്ടും അലട്ടാൻ സാധ്യതയുണ്ട്. തന്റെ സഹോദരൻ യാക്കോബിനെ അവർ കൊന്നു കളഞ്ഞെങ്കിൽ തന്നെയും കൊല്ലുമെന്നുള്ളൊരു ഭയം അലട്ടാൻ സാധ്യതയുണ്ട്. Maybe there is a fear that because his brother James was killed, he will also be killed. സഭയെക്കുറിച്ച് തനിക്ക് വലിയൊരു വേദനയുണ്ട്. And he also has a pain and a fear about the church of God. സഭയെക്കുറിച്ച് ഒരു ചിന്താകുലമായി താൻ കിടക്കുകയാണ്. And he is in deep thoughts about the church. ഇത് തന്നെ മാനസികമായി തളർത്തുന്ന വിഷയങ്ങളാണ്. These things might mentally weaken him. എന്നാൽ ഫിസിക്കലി തന്നെ തളർത്തുന്ന വിഷയം എന്താണെന്നറിയാമോ? Do you know what physically weakens him? രണ്ട് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുക. He is being bound by two chains. രണ്ട് പടയാളികൾ സൈഡിൽ നിൽക്കുകയാണ്. There are two soldiers. നമുക്ക് മനസ്സിലാക്കുന്ന, നമ്മൾ പഠിച്ചു വന്നത് ഗ്രൂപ്പ് അടങ്ങുന്ന 4 പേരടങ്ങുന്ന 4 ഗ്രൂപ്പാണ് ഇവനിങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് മാറി വന്ന് ഇങ്ങനെ അവനെ കാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. And we study that there were 4 squads of soldiers that come to take care of him and to guard him. ഈ രണ്ട് പടയാളികൾ അവന്റെ അടുത്ത് നിൽക്കുന്നവരുടെ കയ്യിൽ ചങ്ങലയുണ്ട്. അതിന്റെ മറുവശം അവന്റെ രണ്ട് കരങ്ങളിൽ ചേർത്ത് ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. And so there are these many squads of soldiers there, and they are and also he is chained by 2 chains. തുറിച്ചു നോക്കുന്ന പടയാളികൾ, They are all staring at him, ഉറങ്ങാതിരിക്കുന്ന പടയാളികൾ, and they do not have sleep.
ഈ 2 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെ മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ ചങ്ങല വന്ന് ചെയിൻ മാറ്റിക്കൊണ്ട് പോകുന്നതിന്റെ വല്ലാത്തൊരു ശബ്ദം. And in the interval of 2 hours, they come and change his chain, and that sound also might disturb him. ഒന്ന് ഉറങ്ങാന്ന് വിചാരിക്കുമ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ആളുകൾ വന്ന് ആ ചെയിൻ അടിച്ച് മാറ്റി അടുത്ത ആളുകൾ ഫിറ്റ് ചെയ്യുക. And when he desires to sleep, after every 2 hours, they come and change his chain. ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. And so this is the time that he cannot sleep. ഇങ്ങനെയുള്ളിടത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? Will we be able to sleep in such a situation? കണ്ണൊന്നടഞ്ഞു വരുമ്പോഴത്തേക്ക് അടുത്ത ടൈം കഴിഞ്ഞ അടുത്ത ആളുകൾ വരിക. And when you close your eyes, the next person comes. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Hallelujah. കിടക്കുന്ന സാഹചര്യം വല്ലാത്തൊരു സാഹചര്യം. And he is lying down in a situation that is not favorable for him. ഇടുങ്ങിയ ഒരു സ്ഥലം. It is a very confined space. ഹാർഡായിട്ടുള്ള പ്ലേസ്. It's a very hard place for him. വെളിയിൽ ഒരിക്കലും വരാൻ കഴിയത്തില്ല എന്ന് പ്രൂവ് ചെയ്ത് അവിടെ നിർത്തിയിരിക്കുക. And they have proven it to him that he will not be able to move out of this place. തനിക്ക് വേണ്ടി വാദിക്കാൻ ഒരു മനുഷ്യൻ അവിടെ ഇല്ല. There is no one who would speak for him. അതിന്റെ അർത്ഥം പറഞ്ഞ ആരുമില്ല എന്നുള്ളൊരു ഫീലിംഗ് തനിക്കുണ്ട്. So the meaning of this is that he knows that there is no one for him. വല്ലാത്ത ശബ്ദം ചങ്ങലയുടെ. And there is a hard sound of the chains that he could hear. ഇതിന്റെ എല്ലാം നടുവിലാ പത്രോസ് ഇരിക്കുന്നത്. And in the midst of all this, we see Peter. നിങ്ങൾ പത്രോസിനെ ശ്രദ്ധിച്ചാൽ പത്രോസ് നന്നായി ഉറങ്ങുകയാണ്. But when we look at Peter, we see that he is sleeping very well. ഒരു പ്രത്യേക കഴിവല്ലേ? That is a good attribute. ഒരു പ്രത്യേക കഴിവാ. That is a good attribute. ഇത്രയും ബഹളത്തിന്റെ നടുവിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നവരെ, Even in the midst of all these troubles, they are able to sleep. അങ്ങനെ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ശല്യപ്പെടുത്തരുത്. അവർ സമാധാനത്തോടെ ഉറങ്ങട്ടെ. If there is anyone who is sleeping like that, let's not disturb them. Let them sleep. Praise the Lord. അതൊരു പ്രത്യേക കഴിവാ. That is a good talent. എന്നാൽ ഞാൻ മറുഭാഗം കൂടെ പറയാം. But let me tell the other side of it. ഇങ്ങനെ സുഖമായി ഉറങ്ങാൻ കഴിയുന്ന ഒരേ ഒരു കൂട്ടർ ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ. There is only one group of people who can sleep like that, and that is the ഇത് children of സ്വതന്ത്രം God. പറയുന്നേ. We should say praise the ഞാൻ Lord. കുറ്റം പറഞ്ഞതല്ല. It is not a bad thing that നല്ല I കാര്യം mentioned. പറഞ്ഞതാ. It is a good thing. ഇത്രയും പ്രതികൂലത്തിന്റെ നടുവിലും സുഖമായി ഉറങ്ങി എന്ന് പറയാൻ കഴിയുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം And ചെയ്യുകയാണ്. even in this trial, if you are able to praise the Lord, I thank the Lord for you. Amen. ഹല്ലേലൂയ. Amen. അതിലെ ഓടുന്നു, ഇതിലെ ചാടുന്നു, അതിലെ വരുന്നു, ഇതിലെ വരുന്നു. ആ പ്രതികൂലം, ഈ പ്രതികൂലം, മുമ്പോട്ട് നോക്കിയ പ്രതികൂലം, താഴോട്ട് നോക്കിയ പ്രതികൂലം, മേളും താഴെ അതിന്റെ പ്രതികൂലം. 23-ാം സങ്കീർത്തനം 10 പ്രാവശ്യം പാടിയിട്ടും ആ പ്രതികൂലങ്ങൾ ഒന്നും മാറുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ പുറകെ നടന്നിട്ടും ആ രാത്രി കിടന്നിട്ട് നല്ല സുഖമായി ഉറങ്ങുന്നവർ. And even in the midst of all your trials and tribulations, if you eat this, you can see this man who's able to sleep peacefully. ഇതിന് വേണം ദൈവസാന്നിധ്യം. And for this, you need the presence of the Lord with ഏത് you. ഭയപ്പെടുന്ന സാഹചര്യങ്ങളിലും ഏത് പ്രതികൂലത്തിന്റെ സാഹചര്യങ്ങളും കണ്ണടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും നിന്നെ സുഖമായി ഉറക്കാൻ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം And I ചെയ്യുകയാണ്. thank the Lord for the presence of the Lord that comes to you even in the midst of your trials and tribulations. ഈ ഉറക്കം നിനക്ക് കിട്ടിയില്ലെങ്കിൽ നീ സ്ലീപ്പിംഗ് പിൽസിന്റെ പുറകെ പോയേനേമായിരുന്നു. If you didn't have the sleep, you would have gone behind sleeping pills. ഈ ഉറക്കം കിട്ടിയില്ലെങ്കിൽ നീ ലോകത്തിൽ മറ്റു പലതിന്റെ പുറകെ പോയേനേമായിരുന്നു. എന്നാൽ ഒരു രാത്രി പോലും ഉറങ്ങാതെ മയങ്ങാതെ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ക്ഷേമത്തോടെ ഉറക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം And ചെയ്യുകയാണ്. I thank the Lord who does not sleep and does not slumber and help us to sleep in all the nights in between all our trials and tribulations. ശാരീരികമായി ബലഹീനരായിരിക്കാം. Maybe you are physically weak. ഏറ്റവും കൂടുതൽ ആളുകൾ ഉറങ്ങാൻ കഴിയാത്തത് മാനസിക പിരിമുറക്കം കാരണമാണ്. Many people are not able to sleep because of the mental stress that they have. ഏറ്റവും കൂടുതൽ ഉറങ്ങാത്തവരുടെ ഒരു കാലഘട്ടമായി ഈ കാലഘട്ടം എന്ന് And പറയുന്നത്. we see that this is a time when there are so many people who are not able to sleep. അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. And we see that this is a time when people find out other resources that will make them sleep. ദൈവമക്കളെ, ഉറക്കം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ദാനമാണ്. Children of God, you should remember that sleep is the blessing of a Lord. അതിലും വലിയ ഭാഗ്യമാണ് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നത് ദൈവത്തിന്റെ ദാനമാണ്. And it is a greater blessing to sleep peacefully. Praise the Lord. Amen. Praise the Lord. Amen. ഞങ്ങളുടെ മമ്മി രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന രാവിലെ എഴുന്നേറ്റ് വന്ന് പറയും, ഓ ശകലം പോലും ഉറങ്ങാൻ പറ്റിയില്ല.
My mother says that I even after she has a sound sleep, she says, I was not able to sleep at all in the night. നോക്കണ്ട, അവിടെ ഇല്ല, അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയുന്നത്. She's not here, that's why I say this. ഞാൻ രാത്രി 2 3 ഞാൻ കിടക്കുന്ന 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴാണ്. ആ സമയവും അത് കഴിഞ്ഞും ഇടയ്ക്ക് ഞാൻ താഴെ ഇറങ്ങി വന്ന് നോക്കും, അന്നേരം എല്ലാം നല്ല കൂർക്കം വലിച്ചുറങ്ങുക. I sleep very late in the night, but whenever I come and check on her, she's always sleeping. മമ്മി ഉറങ്ങുന്ന മമ്മി അറിയാത്തതുകൊണ്ട് മമ്മിയുടെ വിചാരം മമ്മി ഉറങ്ങുന്നില്ലെന്ന്. Mummy doesn't know that she's sleeping, and because of that, she thinks that she is not sleeping. പകലും നന്നായി ഉറങ്ങും അത്യാവശ്യം. She sleeps in the day as well. എന്നാൽ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത, ഉറങ്ങിയില്ല എന്നൊരു ചിന്ത. But in her mind, she has a feeling that she did not have a sound sleep. Praise the Lord. ഇന്ന് പകൽ ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ഉറക്കം വരാത്ത രാത്രികൾ നിന്റെ മുമ്പിൽ ഉണ്ടായ സാഹചര്യമില്ലേ? To the children of God, let me ask you this question. There were many nights when you were not able to sleep. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരാത്ത രാത്രികൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. Even after you tossed and turned, you were not able to sleep, and there were so many nights like that in your life. രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയില്ലെന്ന പകലെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങണം ദൈവമേ എന്ന് വിചാരിച്ച രാത്രികൾ നിന്റെ മുമ്പിൽ ഉണ്ടാകാം. There are times when you had sleepless nights and you wanted to days in which you wanted to sleep. ഇങ്ങോട്ടും മറിഞ്ഞും തിരിഞ്ഞും കിടന്നിട്ടും എൻ്റെ ദൈവമേ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ എന്ന് നീ ചോദിച്ചേക്കാം. Maybe you might think that even though I tossed and turned, I'm not able to sleep. Lord, why is this happening? ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നീ വിചാരിച്ച രാത്രികൾ ഉണ്ടായേക്കാം. Maybe there are going to be nights that you think that if I could sleep at least for a moment. ഇന്ന് രാത്രി ഈ ഭാരവുമായി ഞാൻ എങ്ങനെ ഉറങ്ങും എന്ന് ദൈവത്തോട് നിലവിളിച്ച രാത്രി കാലങ്ങൾ നിനക്കുണ്ടാകാം. Maybe there will be nights when you think that how will I be able to sleep with all these burdens in my heart? ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം സഹിക്കുകയാണല്ലോ, ഇതെല്ലാം വഹിക്കുകയാണല്ലോ, എനിക്ക് ഉറക്കമില്ലാതെ പോകുമോ എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിലില്ലേ? Isn't there times when you thought that how will I bear all these pain on my own? How will I sleep anymore? ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ഉറക്കം ആമേൻ കെടുത്താൻ ശത്രു ഏതെല്ലാം തന്ത്രങ്ങൾ നിന്റെ മേൽ പയറ്റിയിട്ടും നീ സമാധാനത്തോടെ ഉറങ്ങിയെങ്കിൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, അത് ദൈവത്തിന്റെ കൃപയൊന്നുമാണ്. And let me remind you that even though Satan tried his best to remove your sleep from you by giving you trials and tribulations, if you are able to sleep, that is because of the grace of the Lord alone. ഇനി എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഉറക്കം കിട്ടുന്നില്ല എന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് തോന്നുന്നെങ്കിൽ ഒരു നല്ല ഒരു എന്തോ അതിന് പറയുന്നത് ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. If there is anyone who's here who's not able to sleep well, let me give you a remedy. പത്രോസ് തന്ന ഈ വാക്യം ഒന്ന് വായിച്ചാൽ മതി. You just have to read this verse that Peter gave us. ഈ അവസ്ഥയൊന്നും നമുക്കില്ലല്ലോ അല്ലേ? It is not this situation that we are going through. ഇത്രയും വലിയ അവസ്ഥയിലൊന്നും നമുക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. We did not have such a severe situation yet. അതുകൊണ്ട് ധൈര്യത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഇത്രയും ഭാഗം ഈ 1 മുതൽ 6 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചിട്ട് കർത്താവേ ഈ പത്രോസിന് കൊടുത്ത ഉറക്കം എനിക്കൂടെ തരണേന്ന് പറഞ്ഞ് ഉറങ്ങിയാൽ മതി. So if you feel that you are in a trial, you can read 12 verses 1 to 6 and say that I do not have this much trial, so give me this sleep that Peter had. അടുത്ത ഒരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. I would like to turn your attention to the next thought. പത്രോസിനെ ഉറങ്ങാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? What are the factors that enabled Peter to sleep? Praise the Lord. Amen. ചർച്ച വന്നിരുന്ന് ഉറങ്ങുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. It's not about how we sleep in church. ആ പ്രസംഗി കിടന്ന് ഉറങ്ങാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? What are the factors that enabled Peter to sleep in the prison? Praise the Lord. Amen. കേൾക്കാൻ ആഗ്രഹമുണ്ടോ? Do you desire to hear? കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെന്ന് കരം ഉയർത്തിക്കേ. നല്ല സുഖകരമായ ഉറക്കം ഈ ദിവസങ്ങളിൽ നമുക്ക് വേണം. We all need that peaceful sleep in our nights. ഒന്ന്, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. First is that he had the assurance that there is a church who prays for him. Hallelujah. Amen. Praise the Lord. Praise the Lord. Hallelujah. Amen. ജഷുവ ഇടയ്ക്കിടയ്ക്ക് സാക്ഷ്യം പറയുമ്പം പറയാറുണ്ട്, ഐ ലൈക്ക് ദിസ് ചർച്ച്, ഐ ലവ് ദിസ് ചർച്ച്, അങ്ങനെ ഇങ്ങനെയാന്ന് പറയാറുണ്ട്. കാരണം എന്താറിയാമോ, തനിക്കും അറിയാം ഉറങ്ങണമെങ്കിൽ ദൈവസഭയുടെ ഒരു സപ്പോർട്ടൂടെ വേണം. ഉറക്കത്തിനകത്ത് ദൈവസഭയുടെ പ്രാർത്ഥന ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുക. I thank the Lord for all the children of God who believes that the sleep that we get is because of the constant prayer of our church. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ,
There is a church that prays for him. രാജാവിന്റെ ശക്തിയേക്കാൾ, And it is more than the force of the king. രാജ്യത്തിന്റെ ശക്തിയേക്കാൾ, That is more than the force of the country. പടയാളികളുടെ ശക്തിയേക്കാൾ, That is more than the force of the soldiers. ചങ്ങലയുടെ ശക്തിയേക്കാൾ That is more than the force of the chain. വിലയേറിയ ശക്തിയാണ് ദൈവസഭയുടെ പ്രാർത്ഥനയുടെ ശക്തി. And more than all these forces is greater the power of the church. അത് and the prayer. തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. And I thank the Lord for the children of God who realizes it. യേശുവിന്റെ നാമത്തിൽ In the name of the Lord Jesus. ദൈവസഭയുടെ പ്രാർത്ഥന പലരുടെയും ഉറക്കം കെടുത്തുമ്പോൾ ദൈവമക്കളുടെ പ്രാർത്ഥന ദൈവജനത്തിന്റെ ഉറക്കം സമാധാനമാക്കി The തരികയാണ്. constant prayer of the church will give us good sleep for the children of God. ഇന്ന് പകൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. I thank the Lord for the children of God who believes in ഇവിടെ it. വന്നിരുന്ന് ആരാധിച്ചിട്ട് പോയാൽ നീ നിശ്ചയമായും നിന്റെ രാത്രികൾ ഉറങ്ങാത്ത രാത്രിയല്ല, സമാധാനത്തോടെ ഉറങ്ങുന്ന രാത്രികളായി മാറും. And if you are able to worship the Lord in this place, you will go back home and you will not have sleepless nights anymore. നീ ഒരിക്കലും ആമേൻ ഉറക്കത്തിനൊരു മാർഗം നോക്കണ്ട. ആരാധിപ്പാൻ ദൈവജനത്തോടു കൂടെ വന്നിരുന്നാൽ നിന്റെ ഉറക്കത്തെ കടത്തുന്ന ശത്രുവിനെ നിനക്ക് ജയിച്ചു മടങ്ങി പോകുവാനിടയായി. And if you are able to worship the Lord in this place, you do not need any other alternative source to sleep, but the Lord himself will give you sleep. കാരണം ദൈവസഭ പ്രാർത്ഥിക്കുന്ന ആരോടാണെന്നറിയാമോ? But the reason for it is that, do you know to whom does the church of God pray ഉറങ്ങാത്തവൻ to? മയങ്ങാത്തവനാ നമ്മുടെ ദൈവം. It is the Lord who does not sleep nor slumber. ആമേൻ, ഹല്ലേലൂയ. Amen. ഈ ജനത്തിന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? Will he not hear to the prayer of his children of God? Praise the Lord. Amen. ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലേ, ദൈവസഭ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. To the children of God who worship the Lord, the church of the Lord is praying for you. കേരള നീ നിൽക്കുന്ന കെയർ. You are in that care. ആ വാലയ്ക്കകത്താ നീ ഉൾപ്പെട്ട് നിൽക്കുന്നേ. You are inside that circle. ദൈവസഭ നിനക്കൊരു ബോർഡർ പ്രാർത്ഥിച്ചാക്കി വെച്ചിരിക്കുക. The church of God has given you a boundary in which you are there. ആ ഫെൻസിനകത്തേക്ക് ഒരു ശത്രുവിനും കയറാൻ അനുവാദമില്ല. And no one can enter inside that fence. അതുപോലെ ശക്തമായ ദൈവത്തിന്റെ ജനത്തിന്റെ പ്രാർത്ഥന ദൈവസഭയുടെ And that powerful is the constant power, constant prayer of the church of God. ഒന്നാമത്തെ ഉറപ്പ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെന്ന്. The first assurity that he had is that there was a church that had constant prayer for him. രണ്ടാമത്തേത്, The second one. സോറി സേഫം വളരെ സൗഖ്യമില്ലാത്തവളാണെങ്കിലും കയറി വന്നിങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ദൈവം ഉപയോഗിച്ചത് ഓർത്ത് സ്തോത്രം. ഇത് കഴിയുമ്പോൾ പോകുമ്പോൾ പൂർണ്ണ വിടുതലോടെ മടങ്ങാനിടയാവും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രണ്ട്, മാനസാന്തര പ്രസംഗം പ്രസംഗിച്ചവനാ പീറ്റർ. And the second is that Peter was a person who spoke about the transformation. വളരെ ശക്തമായി പ്രസംഗിച്ച പ്രസംഗം. And that was a message that he gave with great strength. ഒരൊറ്റ പ്രസംഗത്തിനകത്ത് 3000 പേര് ദൈവസഭയോട് ചേരുവാനിടയായി. And in that one preaching of his, there were 3,000 people who were added to the church of God. അത്ഭുത വിടുതലുകൾ തന്റെ ശുശ്രൂഷയ്ക്കകത്ത് നടന്നിട്ടുണ്ട്. And he was able to see the deliverance in the church of ഈ God. പ്രസംഗങ്ങൾ കാരണം 5-ാം അധ്യായം 19-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ അതിനകത്ത് തന്നെ തടവിലാക്കി എന്ന് എഴുതിയിരിക്കുന്നത്. And we see that as we read these verses, we see that during that time he was imprisoned. താൻ കാരാഗൃഹത്തിൽ അറക്കപ്പെട്ടു. And he was imprisoned. പക്ഷേ ആ തടവിൽ ഒരു ദൂതൻ ഇറങ്ങി. But there was an angel of the Lord who ascended at that time. ആ ദൂതൻ ഇറങ്ങിയപ്പോൾ ജനത്തെ അവിടെ നിന്ന് വിടുവിച്ചു. And when the angel of the Lord ascended, they were able to deliver him. വേണേ ഒന്ന് വായിച്ച് 5-ാം അധ്യായം 19-ാം വാക്യം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിച്ചാട്ട്. ചാപ്റ്റർ 5 വേഴ്സ് 19. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ കാരാഗൃഹം തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. But at the night, an angel of the Lord opened the prison doors and brought them out. ആരാ വന്നേ? Who came? ഒരു ദൂതൻ. It was the angel. പത്രോസ് മാത്രമല്ല, പല സഹോദരന്മാരും അതിനകത്ത് അകപ്പെട്ടതായിട്ടാണ് നമ്മുടെ വായനയിൽ നമുക്ക് മനസ്സിലാക്കുന്നതെങ്കിലും നമ്മൾ പത്രോസ് ആണല്ലോ വിഷയം, അതുകൊണ്ട് പറയുന്നു പത്രോസിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് വേണ്ടി ദൂതൻ ഇറങ്ങിയ ഒരു ചരിത്രം. And Peter already had an experience about how the angel of the Lord ascended for him. ഇന്ന് പകൽ
എത്രയോ പ്രാവശ്യം നിനക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തി ഒന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനിടയാണ്. Today morning, let's be able to thank the Lord for the ways in which the Lord has delivered us many a times just like പത്രോസ് this. സുഖമായി കിടന്നുറങ്ങിയതിന്റെ കാരണം അന്ന് കാരാഗ്രഹത്തിൽ ഒരു ദൂതൻ ഇറങ്ങി വന്നെങ്കിൽ ഇന്നും ആ ദൂതൻ ഇറങ്ങി വരാൻ സർവശക്തൻ ആമേൻ അവനോട് കൂടെയുണ്ട്. And Peter had the assurance that the same angel and the way how he was redeemed from the prison, the same way, the same thing will happen for him even now. Miraculously അവനെ ഡെലിവർ ചെയ്യുവാൻ ഒരു ദൂതൻ മതി. ആ ദൂതൻ നിശ്ചയമായി ഇറങ്ങും. ആ ദൂതന്റെ സമയത്തിനായി ഉറങ്ങി കാത്തിരിക്കുന്ന ആമേൻ ഒരു പത്രോസിനെ നമുക്ക് അവിടെ കാണാം. And here we see a Peter who is waiting for a miraculous deliverance that he will receive, and he knows that the Lord will work for him. നിന്നെ ഉന്നം വെച്ച ശത്രുവിനെ നോക്കി നീ പറയണം, എനിക്ക് വേണ്ടി ഒരു ദൂതൻ ഇറങ്ങും. ആ ദൂതൻ ഇറങ്ങിയെങ്കിൽ കഴിഞ്ഞ കാലത്തിൽ എന്നെ വിടുവിച്ചെങ്കിൽ ഇന്നും ആ ദൂതൻ ഇറങ്ങാൻ സർവശക്തനായ ദൈവത്തിന് അതിനെ അയക്കാനുള്ള കഴിവുണ്ട്. അവൻ വിടുവിക്കുന്ന ദൈവമാണ്. And to Satan who is trying to destroy you, you can tell him that the angel who was able to deliver you, the same angel is there even today to redeem you. ഒന്ന്, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയുണ്ട്. First is that there's a church of God who prays for him. രണ്ട്, ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്, എന്നെ വിടുവിച്ച ഒരു ദൂതനുണ്ട്. And the next is that he already had an experience about how an angel came to rescue him. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയാം? Do you know what is the third reason? പത്രോസ് ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ട് കൊള്ളുവിൻ. And because once Peter was able to say that since he cares for you, give all your burdens to him. 1 പത്രോസ് 5:7. It is 1 Peter 5 verses 7. ഉറക്ക വായിച്ചേ. 1 Peter chapter 5 verse 7. പത്രോസ് എഴുതിയിരിക്കുന്നത് എന്താ എഴുതിയിരിക്കുന്നത്? ആരുടെ മേലിട്ട് കൊള്ളണം? ആരാ കരുതുന്നേ? Praise the Lord. Casting all your anxiety upon him because he cares for you. നിന്റെ സകല ചിന്തകളും നിന്റെ മേലിട്ടോളാനാ പറഞ്ഞേ. He did not say that you live all your anxiety to yourself. ദൈവത്തിന്റെ മേലിട്ടോളാനാ പറഞ്ഞത്. And he says that you can put it upon the Lord. Praise the Lord. Amen. പത്രോസ് ഈ അധ്യായം എഴുതുമ്പം താൻ വയസ്സനായി കേട്ടോ. When he wrote this chapter, he was in an old age. 1 പത്രോസിന്റെ ലേഖനം എഴുതുമ്പോൾ താൻ വയസ്സനായ സമയമാണ്. And when he wrote 1 Peter, he was already in his old age. അവൻ വയസ്സായപ്പോൾ ദൈവസഭയ്ക്ക് പ്രബോധിപ്പിക്കുകയാണ്, നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുകൊള്ളാൻ. And as he is in this old age, he is prophesying to the people that you can give all your anxiety to the Lord. അവനൊരു മറുപടി പറയാനുണ്ട്. And then he has an answer for it. അവനൊരു എക്സ്പീരിയൻസ് പറയാനുണ്ട്. There is an experience that he had. ഈ ചങ്ങലകൾ ബാധിച്ച് ഞാൻ കിടന്നപ്പോൾ എനിക്ക് ഉറക്കം കിട്ടാൻ വഴിയില്ല. പക്ഷെ എൻ്റെ സകല ചിന്താകുലങ്ങളും എൻ്റെ ആകുല ചിന്തകളും ഞാൻ അവൻ്റെ മേലിട്ടപ്പോൾ ഞാൻ സ്വസ്ഥമായി കിടന്നുറങ്ങുവാനിടയാണ്. And the reason for him to say this is this because when he was imprisoned and when he thought that there is no hope, there was a hope that he received, and all his anxiety was upon him, and he delivered him. ചുമ്മാ പറഞ്ഞതല്ല അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്ന്. He did not say that you can cast your anxiety in a very simple manner. അവന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. He says that with the experience in his life. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നിങ്ങൾ കാരാഗ്രഹത്തിൽ കടക്കേണ്ടി വന്നാലും നിങ്ങളുടെ ചിന്താകുലങ്ങൾ അവന്റെ മേലിട്ടോളൂ, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാ. And that is why he says that children, even if you are imprisoned, you can give all your anxiety to the Lord because he will redeem you. മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. There are 3 points that I reminded. ഒന്ന്, പ്രാർത്ഥിക്കുന്ന സഭ അവനുണ്ട്. First is that he had a church that offered constant prayer for him. പണ്ട് കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്ന ഒരു ദൂതന്റെ അനുഭവം അവനുണ്ട്. And next is that he had an angel who ascended to deliver him in the prison. അവനെ പ്രബോധിപ്പിക്കുന്ന അവന്റെ വിശ്വാസത്തിന്റെ ആഴം, എൻ്റെ സകല ചിന്താകുലം ഞാൻ അവന്റെ മേൽ ഇട്ടിട്ടുണ്ട്, അവൻ എനിക്ക് വേണ്ടി കരുതുമെന്നുള്ളൊരു വിശ്വാസം. And next is that he has the hope that he can cast all his anxieties on the Lord because he will bear him. നാലാമത്തെ ഒരു കാര്യം പറയാം. There is a fourth point that I would like to പ്രതികൂലത്തെ അനുകൂലമായി കാണുന്ന ഒരു ദൈവ സാന്നിധ്യം അവനുണ്ടായിരുന്നു. And he had the spirit of the Lord, or the fear of the Lord that was in him, that was able to find his adversity as a blessing for him.
പഴയ നിയമത്തിന്റെ ചരിത്രമൊക്കെ അവൻ അറിയാം. He knows the stories of the Old Testament. ദാനിയേലിന്റെ കുഴിക്കകത്തിറങ്ങി വന്ന ദൈവ സാന്നിധ്യത്തെ കുറിച്ച് അവന് നന്നായിട്ട് അറിയാം. He knows about the presence of the Lord that came to Daniel in the pit. ആമേൻ. അവൻ സിംഹത്തിന്റെ നടുവിൽ കിടക്കുമ്പോൾ അതിനകത്ത് വിടുവിച്ച വിടുതൽ അവൻ അറിയാം. And he knows about the deliverance that Daniel received when he was in the lion's den. ദാനിയേലിനെ സമാധാനത്തോടെ ഉറക്കിയ ദൈവത്തിന്റെ സ്നേഹത്തെ അവൻ അറിയാം. He knows the love of the Lord that was able to make Daniel have a good sleep. തന്റെ പ്രതികൂലത്തിന്റെ നടുവിലും ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് അവനൊരു വിശ്വാസമുണ്ട്. And even in the midst of his trials, he knows that there is the Lord that lives for him. എന്ന് വെച്ചാൽ എന്റെ ഭാഷയിൽ ഞാൻ പറയട്ടെ, In my language, I would say this like this. തന്റെ അടുത്ത് നിൽക്കുന്ന രണ്ട് പടയാളികളെ അവൻ കാണുന്നത് ക്രൂരന്മാരായ പടയാളികളായിട്ടല്ല, അനുകൂലമായി നിൽക്കുന്ന ദൂതന്മാരെ പോലെ അവൻ കാണുകയാണ്. And he sees those two angels on both the sides, and he does not see them as enemies, rather he sees them as angel of the Lord. അവരെന്നെ കൊല്ലാൻ നിൽക്കുന്ന പടയാളികളല്ല, എന്നെ കാത്തു സൂക്ഷിക്കുന്ന ദൈവദൂതന്മാരെ പോലെ അവൻ കാണുകയാണ്. And he does not see these soldiers as people who are going to attack him, rather he thinks that they are the angels of the Lord to guard him. അത്രയ്ക്ക് ദൈവ സാന്നിധ്യം അവൻ അവിടെ അനുഭവിക്കുകയാണ്. That much of presence of the Lord he is able to feel there. പടയാളിയെ ദൂതനായി കാണാൻ ഉള്ള ദൈവിക ദർശനം അവനുണ്ടായിരുന്നു. And he gets the spiritual revelation to feel that these soldiers are angels of God. അവർ ദൈവത്തിന്റെ മഹത്വം അവനിലൂടെ കാണണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു. And he had the desire that they should be able to see the glory of the Lord through him. നമ്മൾ എത്ര ക്രൂരന്മാരായ പടയാളികൾ ഇവിടെ ഇരുന്നിട്ടും അവൻ ഉറങ്ങുന്നതിന്റെ കാരണം അവൻ ദൈവ സാന്നിധ്യം അവൻ അനുഭവിക്കുന്നുണ്ടെന്ന് ഈ പടയാളികൾ മനസ്സിലാക്കാൻ ഒരു വലിയ കാരണമായി അത് മാറണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു. And he had the desire that these soldiers should be able to understand the presence of the Lord that is with him, that makes him sleep well. അതുകൊണ്ട് പടയാളികൾ അവന്റെ അടുത്തിരിക്കുന്നത് അവൻ ദൂതൻ ഇരിക്കുന്ന പോലെ അനുകൂലമായി അനുഭവിക്കുകയാണ്. And so now he experiences these soldiers as angels who are trying to guard him. പ്രതികൂലങ്ങളെ അനുകൂലമായി മനസ്സിലാക്കാൻ അവൻ ആഗ്രഹിക്കുകയാണ്. And now he desires to consider all his trials as blessings for him. ആ ദൈവ സാന്നിധ്യം അവൻ അനുഭവിച്ചു. And it is that kind of presence of the Lord that he felt. മറക്കരുത് ഈ നാല് കാര്യങ്ങൾ. You should not forget these 4 നിന്റെ points. ഉറക്കം കെടുത്തുമ്പോൾ ഈ നാല് കാര്യം ഓർത്തോണം. When you have sleepless nights, you should remember these 4 things. ദൈവസഭ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. First is that the church of God prays for ഇറങ്ങി you. വരാൻ കഴിവുള്ള ദൂതന്മാർ ദൈവത്തിന്റെ പക്കൽ ഇന്നുമുണ്ട്. And the second is that there are angels of the Lord who can come even today. മൂന്ന്, നിന്റെ സകല ചിന്താകുലവും ദൈവത്തിന്റെ മേൽ ഇട്ടുകൊള്ളാൻ വചനം നമ്മെ പഠിപ്പിക്കുന്നു. And third is that the scripture teaches us to cast our burdens on him. നാല്, നിന്റെ സകല നെഗറ്റീവും പോസിറ്റീവായി കാണാൻ ദൈവാത്മാവ് ആലോചന തരികയാണ്. And the fourth is that the Holy Spirit is reminding us to consider all our negatives as positives. എല്ലാ പ്രതികൂലങ്ങളും അനുകൂലമായി മാറുന്നതെന്ന് കാണാൻ ദൈവാത്മാവ് ആലോചന And the തരികയാണ്. Holy Spirit is reminding us that all the trials that you see and all the negativities that you see are going to be blessings in your life. അവസാനത്തെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞു നിർത്താം. There is one more point that I would like to mention before I വളരെ conclude. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. It's the most important. പ്രൈസ് ദി ലോർഡ്. Amen. ദൈവത്തിന്റെ വാഗ്ദത്തം അതിന് മാറ്റമില്ല. The promise of the Lord does not change. ഇവിടെ ഇരിക്കുന്ന ജനിച്ച കുഞ്ഞു മുതൽ പ്രായമായ വ്യക്തികൾക്ക് വരെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട്. For the child of God who is here, whether you are young or old, you have the promise of the Lord with you. Male or female. Irrespective of your gender. ഏത് നിറവ്യത്യാസവും ദൈവത്തിന് വിഷയമല്ല. Irrespective of your color. വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ വിഷയമല്ല. Irrespective of your education. നിങ്ങളുടെ മേലൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. There is the promise of the Lord that is on you. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? How many of you believe it? Amen. ഈ വാഗ്ദത്തങ്ങൾ എൻ്റെ മേലുണ്ടെന്നാ വിശ്വസിക്കണ്ടേ. You have to believe that these promises are on me. മറ്റൊരാളുടെ മേലുണ്ടോ ഇല്ലയോ എന്ന് നിനക്കറിയത്തില്ലല്ലോ. You do not know whether the other person has a promise or not. വാഗ്ദത്തങ്ങൾ വ്യക്തിപരമാണ്. These promises are for individual persons. ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് പറയണ്ടേ എൻ്റെ മക്കൾക്ക് വാഗ്ദത്തം ഉണ്ടെന്നല്ല, എനിക്കൊരു വാഗ്ദത്തം ഉണ്ടെന്ന്. Today you should not say that my child has this promise. I would rather say I have a promise. എനിക്കുള്ള വാഗ്ദത്തം ചിലപ്പോൾ എൻ്റെ മക്കളോടുള്ളതായിരിക്കും. Maybe the promise that is on me is for my children. അല്ലേ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരും. എങ്ങനെ? ആകാശത്തിലെ നക്ഷത്രം പോലെ കടൽക്കരയിലെ
മണൽ പോലെ അല്ലേ? And we know that Abraham got a promise that his children will be as the stars in the sky. അത് ആരോടുള്ള വാഗ്ദത്തമാ? To whose that promise was for whom? ഇസാക്കിനോടുള്ള വാഗ്ദത്തമാണോ? Was that promise for Isaac? യാക്കോബിനോടുള്ള വാഗ്ദത്തമാണോ? Was that promise for Jacob? അല്ല, അത് അബ്രഹാമിനോടുള്ള That വാഗ്ദത്തം. promise was for Abraham. എന്തുകൊണ്ടാ ഈ രണ്ട് കാര്യവും പറഞ്ഞേ? Why did he say these two things? പകല് ആമ മേളിലോട്ട് നോക്കിക്കോ, അങ്ങനെയാണോ പറഞ്ഞേ? Did he say that during the day you have to look to the skies? പകൽ ആകാശത്തെ നക്ഷത്രങ്ങൾ കാണാൻ പറ്റുമോ? In the morning can you see those stars in the sky? പകല് നീ കാണണമെങ്കിൽ വാഗ്ദത്തം എവിടെ പോയി നോക്കണം? So if you have to see the promise in the day, where do you have to go to? കടൽക്കരയിലെ മണലിൽ പോയി നോക്കണം. You have to go to the seas. പകല് നിന്റെ വാഗ്ദത്തം ദേ കടൽക്കരയിലെ മണൽ പോലെ കിടക്കുന്നത്. And on the day you can see your promises just like രാത്രി the പോയി sand in നിനക്ക് the മണൽ shore. കാണാൻ പറ്റത്തില്ല. But you can't see the sand in the night. പക്ഷെ രാത്രിയിൽ നിന്റെ വാഗ്ദത്തങ്ങൾ പ്രോമിസ് ചെയ്ത് ഇങ്ങനെ കിടക്കുക. But these promises are there even in the night for അത് you. എവിടെ ഉണ്ടെന്ന് അറിയാമോ? So where is that അത് now? മണൽക്കരയിൽ പോയാൽ കിട്ടത്തില്ല. It will not be there in the അത് seashore. മണ്ണ് തപ്പിയാൽ കിട്ടത്തില്ല. It will not be there in the sand. രാത്രി ആകാശത്തേക്ക് നോക്കണം. You have to look to the skies in the നിന്റെ night. പ്രോമിസ് അവിടെ കിടക്കുക. That is where your promise lies. നക്ഷത്രം പോലെ. It is like the stars in the sky. യേശുവിന്റെ നാമത്തിൽ In the name of the Lord ഇത് Jesus. നിന്നോടുള്ള ആലോചനയാ. That is the promise that the Lord ഇത് has for അബ്രഹാമേ you. നിന്നോടുള്ള വാഗ്ദത്തമാ. Oh Abraham, that is the promise for you. ഇന്നത്തെ അബ്രഹാമിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചു Do you know what is the problem of today's നക്ഷത്രം Abrahams? കാണേണ്ട സമയത്ത് മണല് കാണാൻ പോകും. Instead of looking at the stars, they go to the seashore. മണല് കാണേണ്ട സമയത്ത് നക്ഷത്രം കാണാൻ പോകും. And when they have to look into the sands, they look at the അതിന്റെ stars. പ്രശ്നം എന്താന്ന് ചോദിച്ചു The കഴിഞ്ഞാൽ problem of that is, ഇന്ന് ഭയങ്കര ആത്മീകനാ, today you are very spiritual, രാത്രി ആകുമ്പോഴത്തേക്ക് പ്രാകൃതനായി. but in the night you are not spiritual anymore. കാരണം എന്താണെന്നറിയാമോ? Do you know the reason for it? അവൻ രാത്രി തപ്പിപ്പോകുന്ന മണൽക്കരയിലോട്ടാ. Because in the night you go to the seashore to see the sand. രാത്രിയിലല്ല മണൽക്കര പോകണ്ടേ, കടൽക്കര പോകണ്ടേ. In the night you should not go to നീ the രാത്രി seashore. കടൽക്കര പോയാൽ നീ പ്രാകൃത മനുഷ്യനായിട്ട് തിരിച്ചു വരത്തുള്ളൂ. And if you go to the seashore in the night, you will come back as a നിനക്ക് normal നിന്റെ man. വാഗ്ദത്തം അവിടെ കാണാൻ പറ്റത്തില്ല. Because you cannot see your promise there. അത് രാത്രിയാ. Because it is night. പക്ഷെ നീ രാത്രി കാണേണ്ടത് ആകാശത്തേക്ക് നോക്കണം. But in what you have to see in the night, you have to look to the skies. അവിടെ നീ ആത്മീകനായി കാണും. There you will see the spiritual man. റികമന ശംദുനിയ രഗദല. Hallelujah. ദൂത് മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി I സ്തോത്രം. thank the Lord for the people who are able to നമ്മൾ understand the promise. മനുഷ്യരായതുകൊണ്ട് Because we are man. നമുക്കൊരു ചിന്തയുണ്ട്, We have a thought. ഈ രാത്രി പോയി കടൽക്കര പോയ വാഗ്ദത്തം കിട്ടുമെന്ന്. You think that you go in the night to the കിട്ടത്തില്ല seashore and you see the ദൈവമേ. promise. No. ദൈവം അതിനു വേണ്ടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യം വെച്ചേക്കുന്നത്. The Lord has kept there's a system to it. അബ്രഹാമേ നീ പകല് നോക്കേണ്ടത് മണക്കരയിലും രാത്രി നോക്കേണ്ടത് നക്ഷത്രയുമാ. Abraham, in the morning you have to look into the seashore, and in അവിടെയാ the നീ night you hold have to ചെയ്യുന്ന look to നിന്റെ the sky. വാഗ്ദത്തങ്ങൾ. Because that is where your promises are. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? Do you know the meaning of ഈ it? വാഗ്ദത്തത്തിന് രാത്രി എന്നില്ല പകലെന്നില്ല. These promises do not have a change whether it is night or വാഗ്ദത്തം day. മാറത്തില്ല. Because these promises will not change. പകല് മാത്രമുള്ള അല്ല വാഗ്ദത്തം. These promises are just not for the നിന്റെ day. വാഗ്ദത്തം രാത്രിയിലും കിടക്കുക. These promises are there for the night too. യേശുവിന്റെ നാമത്തിൽ, In the name of the Lord Jesus. യേശുവിന്റെ നാമത്തിൽ. In the name of the Lord Jesus. മറുഭാഗം കൂടെ പറയാം. There is another side to it. ഈ വാഗ്ദത്തം ഇവിടെ പകലാകുമ്പോ വേറുവശത്ത് രാത്രിയാ. When this promise is in the day in one side, on the other side it is night. അവിടെ കിടക്കുന്ന അബ്രഹാമിന് എങ്ങനെ കാണാൻ പറ്റൂത്? And to the Abraham who is on that side, how can they see it? ദൈവം അങ്ങനെ ഈ ഒരാൾക്ക് മാത്രം കൊടുത്തു നിർത്തുന്ന ദൈവമല്ല. The Lord is not the one who gives it only to one person. കാനഡയിൽ നീ രാത്രി കാണുമ്പോ ഓസ്ട്രേലിയയിലും അവര് കാണണം. In Canada, when you see it in the night, in Australia, they also have to see ദൈവം their എത്ര promise. വിശാല മനസ്കനാ. And that is the Lord, and that അവന്റെ is his abounding പ്രോമിസസ് ഒന്നും heart. മാറത്തില്ല ദൈവപൈതലേ. And all your promises will not പകൽ change, children of പ്രോമിസ് കിട്ടിയ God. ദൈവമക്കൾക്കായി I സ്തോത്രം. thank the Lord for the children of God who കരങ്ങൾ have ഉയർത്തി ഒന്ന് received that പറഞ്ഞാട്ട്, promise. Let us raise our hands and എനിക്ക് say, ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. I have the promise of the Lord with എന്റെ me. ഭാവിയെ കുറിച്ചുണ്ട്. There is a promise for my future. എന്റെ ചർച്ചിനെ കുറിച്ചുണ്ട്. There is a promise for my church. എന്റെ മക്കളെ കുറിച്ചുണ്ട്. There is a promise for my എന്റെ children. മക്കൾക്കൊരു വിടുതലുണ്ട്. There is a deliverance for my എന്റെ children. കുഞ്ഞിങ്ങനെ ഇരിക്കാനുള്ളവനല്ല. My child will not be confined എനിക്കൊരു like this. വാഗ്ദത്തമുണ്ട്. There is a promise. അത് നിവർത്തിക്കുന്ന ദൈവം ഇന്നുമുണ്ട്. And the Lord who will fulfill it is there. ഇന്നും Is there ജീവിക്കുന്നു ആ today. ദൈവം. And he lives even today. Praise the Lord. Amen. അബ്രഹാമിന് വാഗ്ദത്തം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ഹാക്ക് ഞെളിഞ്ഞിരുന്ന കാര്യം നടക്കുമോ? Because Abraham has received the promise, can Isaac sit idly? ഇന്നത്തെ പ്രശ്നം എന്താ? എൻ്റെ അബ്രഹാമിന് അപ്പന് വാഗ്ദത്തൊക്കെ ഇഷ്ടം പോലെ ദൈവം കൊടുത്തിട്ടുണ്ടെന്നാ. Today's problem is that they say that my father Abraham has already received the കുഞ്ഞുങ്ങളെ promises. ശ്രദ്ധിക്കണേ. Children, you have to listen. കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ. Children, you have to listen to me. നിങ്ങളുടെ അപ്പന്
അമ്മയ്ക്കും ദൈവം വാഗ്ദത്തം കൊടുത്തോണ്ടാ ഇന്ന് അവരിങ്ങനെ നിൽക്കുന്നേ. Your parents, they received the promise of the Lord, and that is why they stand like this. പക്ഷെ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. But there is something that the Lord desires from you. നിങ്ങളും ദൈവത്തിൽ നിന്ന് പ്രോമിസ് പ്രാപിക്കണം. You also have to receive promise from the Lord. യാക്കോബിനോട് ദൈവം പറഞ്ഞോ? Did he say this to Jacob? അബ്രഹാമിനോട് മാത്രമേ പറഞ്ഞോളൂ? Did he just- ഇസാക്കിനോട് ദൈവം പറഞ്ഞോ? Did he say this to Isaac? അതോ അബ്രഹാമിനോട് മാത്രമേ പറഞ്ഞോളൂ? Or was it only for Abraham? കുറെ നാൾ കഴിഞ്ഞപ്പോ ഇസാക്ക് ജനിച്ചല്ലേ? After a couple of years, Isaac was born. ഐസക്കിനോട് ദൈവം എന്താ പറഞ്ഞേ? What did God say to Isaac? ഞാൻ നിന്റെ പിതാവിനോട് പറഞ്ഞ ഒരു വാഗ്ദത്തമുണ്ട്. There is a promise that I gave your father. ഞാൻ നിന്നെ, I will make you. ഞാൻ നിന്നെ I will make you. കടൽക്കരയിലെ മണൽ പോലെയും I will make you as the sands in the seashore. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കും. I will make you as the stars in the sky. പറയുന്നതിന് മുമ്പ് ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ. But before saying that, he has had one more നിന്റെ statement. അപ്പൻ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം It is the promise that I first gave your father Abraham. നിന്നോടും പറയുകയാ. And I give that promise to ഇന്ന് you. പകൽ അത് വ്യക്തിപരമായി പ്രാപിച്ചോണം. You have to receive that എന്റെ individually അപ്പൻ today. പ്രാപിച്ചത് കൊണ്ട് എനിക്ക് കിട്ടണമെന്നില്ല. Because my father received it, it will not come to കാരണം me. അബ്രഹാം പ്രാപിച്ചത് ഇസഹാക്കിനെ കിട്ടിയുള്ളൂ, വേറെ ആർക്കും കിട്ടിയില്ല. Because what Abraham received, only Isaac received, no one else ഇന്ന് പകൽ received it. ദൈവസന്നിധിയിലിരിക്കുന്ന ദൈവമക്കളെ, Oh, children of God who are present here ഇത് today, വ്യക്തിപരമായി പ്രാപിച്ചോണം. you have to receive this individually. യാക്കോബിന് കിട്ടിയോ? Did Jacob receive it? ഒന്ന് വായിച്ചു നോക്കിയാ മതി. When we read it, you ഇതേ understand. പ്രോമിസ് തന്നെ യാക്കോബും പ്രാപിച്ചെടുത്തിട്ടുണ്ട്. And the same kind of promise even Jacob was able to receive. ഇന്ന് പകൽ ഞാൻ പറയുന്നു, Let me remind to you this. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ മാറിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല. If the Lord has promised, he will not move away from it. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ മറന്നുപോകും. Sometimes we might forget the promise of the പക്ഷെ Lord, ദൈവം മറക്കത്തില്ല but സഹോദരി. the Lord will not forget it, sister. ദൈവം മറക്കത്തില്ല സഹോദര. The Lord will not forget it, brother. Praise the Lord. Amen. ഒരു പാസ്റ്ററോ പ്രവാചകനോ നാളത്തെ അവസ്ഥയെക്കുറിച്ച് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ, When there is an incident when a pastor or a prophet was not able to speak about your tomorrow, ദൈവവാഗ്ദത്തത്തിന് നിന്നെ പിടിച്ചു നിർത്താൻ പറ്റും. your promises can hold on to you. ദൈവവാഗ്ദത്തങ്ങളെ ഓർത്ത് അതിനെ മുറുകെ പിടിക്കണം കേട്ടോ. You have to remember your promises and hold on to it. താനൊരു മീൻപിടുത്തക്കാരനായിരുന്നു പത്രോസ്. Peter was a fisherman. നല്ല ആരോഗ്യമുള്ള മനുഷ്യൻ. He was of great strength. നല്ല ചെറുപ്പക്കാരനായിരിക്കുമ്പോഴാണ് ഈ കാരാഗ്രഹത്തിൽ താൻ കിടക്കുന്നത്. When he was in his youth days, that is when he was imprisoned. Praise the Lord. Amen. പക്ഷെ അവനോട് കർത്താവ് ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടായിരുന്നു. But there was a promise that the Lord gave him. വാഗ്ദത്തം എപ്പോഴാ കൊടുത്തതെന്നറിയാമോ? Do you know when did he receive that promise? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം John chapter 21, 18-19 വാക്യങ്ങളൊന്ന് ഉറക്കെ വായിച്ച്. 18 and 19. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്ന പത്രോസേ, നീ യൗവനക്കാരനായിരുന്നപ്പോൾ യേശു പറയുക, നീ തന്നെ അരകെട്ടി നീ ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയോ മറ്റൊരുത്തം വന്ന് നിന്റെ അരകെട്ടി നിന്നെ ഇഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും, മതി നിർത്തണം, ഒരു മിനിറ്റ്. Most assuredly, I say to you, when you were younger, you girded yourself and walked where you wished. But when you are old, you will stretch out your hands, and another will gird you and carry you where you do not wish. എന്തായിരുന്നു വാഗ്ദത്തം? What was the promise? നീ വയസ്സനാകും, You will become old, അന്നേരം ആരെങ്കിലും നിന്നെ വന്ന് സഹായിക്കും. and there will be someone who will come to help you. ഒരു വാഗ്ദത്തം അല്ലേ കിടക്കുന്നത്? Isn't that a promise? അന്ന് കേട്ടപ്പോൾ പത്രോസ് വിചാരിച്ചോ ഇത്? When he heard it at that time, did he ഇതാ think about നമ്മുടെ the എല്ലാം situation? പ്രോബ്ലം ഇതാ. This is the problem with us. ഒരു പ്രവാചകൻ വന്ന് പ്രവചിച്ചിട്ട് പോയിട്ട് നമ്മൾ പറയാ അതൊന്നും നടന്നൊന്നും ഇല്ലെന്ന് പറയും. When a prophet comes and prophesies, you say that it didn't happen till now. ഓ അതൊക്കെ അദ്ദേഹം പറഞ്ഞു പോയി പൊടി തട്ടി പോയിട്ടുണ്ടെന്ന് പറയും. You would say that he said that and he left the way. ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പറയും. You would say that there is a promise that has not ആ happened yet. വാഗ്ദത്തത്തിന്റെ നിവൃത്തി നിന്റെ കാരാഗ്രഹത്തിനകത്തായിരിക്കും. Maybe the fulfillment of your promises in that prison. അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ചു സിസ്റ്ററെ. Let's read the next verse. അതിനാൽ അവൻ ഇന്ന വിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞിട്ട്
എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. എൻ്റെ അർത്ഥം എന്താ? What is the meaning of it? പത്രോസിന് മനസ്സിലായി എൻ്റെ ദൈവം എൻ്റെ മരണത്തെക്കുറിച്ച് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. Peter understood that the Lord has planned about his death. വയസ്സാകാതെ ഞാൻ മരിക്കത്തില്ല. He knows that he will not die until he is old. ഈ കാരാഗ്രഹത്തിൽ കിടന്ന് അവൻ ഉറങ്ങാൻ സഹായിച്ച ഒന്നാമത്തേതും ഏറ്റവും ശ്രേഷ്ഠവുമായ ഒരു മഹത്വം എന്ന് പറയുന്നത്, എൻ്റെ ദൂത് കിടപ്പുണ്ട്, എൻ്റെ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്, ഞാൻ മരിക്കണമെങ്കിൽ ഞാൻ വയസ്സനായിട്ടേ മരിക്കത്തുള്ളൂ. And the reason for him to sleep without any problems or without any troubles in his heart is because he knew this promise that was there with him, that he will die only in his old days. നിന്റെ ദൈവം നിനക്ക് തന്ന വാഗ്ദത്തങ്ങൾ നിന്റെ പ്രതികൂലത്തിന്റെ നടുവിൽ എടുത്ത് ഉപയോഗിക്കാനുള്ളതാണ് ദൈവപൈതലേ. അത് വിശ്വസിപ്പാൻ ഇന്ന് പകൽ ദൈവാത്മാവ് ആലോചന തരികയാണ്. And the Holy Spirit is reminding you that the promises that you have is the ones that you have to remember and to ponder during your trials and tribulations. പ്രതികൂലത്തിന്റെ നടുവിൽ വാഗ്ദത്തങ്ങൾ പറഞ്ഞോണം. In the midst of your trials, you should say your promises. അത് ഓർക്കുക എന്ന് തന്നെ പറയുന്നത് തന്നെ ഒരു കൃപയാണ് കേട്ടോ. And if you are able to remember your promises during that time, that itself is a grace. ദൈവത്തിന്റെ പ്രത്യേക കൃപയാ ഈ വാഗ്ദത്തം ഓർത്തിരിക്കുക എന്ന് And പറയുന്നത്. that is a grace that the Lord has given the children of God to remember the promises that the Lord has നിന്റെ given മക്കളെ us. കുറിച്ച് നിനക്ക് തന്ന വാഗ്ദത്തങ്ങൾ, നിന്റെ ജോലിയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച്, നിന്റെ ആത്മീക ജീവിതത്തെക്കുറിച്ച്, നിന്റെ ശുശ്രൂഷ മണ്ഡലങ്ങളെ കുറിച്ചൊക്കെ ദൈവം തന്ന ചില വാഗ്ദത്തങ്ങളുണ്ടല്ലോ. വെരി ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് ഇതൊന്നും നടക്കത്തില്ലെന്ന് നീ തോന്നുമ്പോൾ നീ പറഞ്ഞോണം, ഈ വാഗ്ദത്തങ്ങൾ അങ്ങനെ തന്നെ ഇത് ആമേൻ ആമേൻ എന്ന് തന്നെയാ. എൻ്റെ ദൈവം എൻ്റെ വാഗ്ദത്തത്തെ നിവർത്തിക്കും. ഈ അവസ്ഥയല്ല എൻ്റെ അവസ്ഥ, ഇതല്ല എൻ്റെ ഭാവി. എൻ്റെ ദൈവം എൻ്റെ വാഗ്ദത്തത്തെ നിവർത്തിച്ചിട്ട് ഞാൻ മരിക്കത്തുള്ളൂ. And even in your darkest time, you should remember that the Lord has given you a promise, and that is yes and yes again, and it will happen. And you only after I see that will I die. വചനം വായിച്ചപ്പോൾ കിട്ടിയ ചില വാഗ്ദത്തങ്ങൾ പിടിച്ചുകൊള്ളണം, മുറുകെ പിടിച്ചോണം. And the promises that you receive while you read the scriptures, you should hold on to it. ദൂതുകൾ വന്ന് ദൈവദാസന്മാർ പറഞ്ഞപ്പോൾ പറഞ്ഞത് നീ മുറുകെ പിടിച്ചോണം. The promises that the servants of the Lord has given you, that also you should cleave on to it. പ്രവാചകന്മാർ വന്ന് നിന്റെ തലയിൽ കൈവച്ചും നിന്നോടുമുള്ള ദൂതുകൾ, ആമേൻ, വാഗ്ദത്തങ്ങൾ മറക്കരുത്, അത് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചോണം. And when the prophets have come and given you prophecies, you should hold on to it and pray for it to happen in your life. Praise the Lord. Amen. ഈ വാഗ്ദത്തങ്ങളെല്ലാം തക്ക സമയത്ത് ഓർക്കുക എന്നുള്ളതാണ് ഒരു ദൈവത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ കഴിവ്. And the best blessing that the Lord has given us as children of God is to remember these promises at the right time. ഒരു നിമിഷം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. Can we all rise? പാട്ടുകാരെല്ലാം ഇങ്ങോട്ടൊന്ന് വന്നാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു പാട്ട് പാടാം. Let's sing a song together. അവസാനമായി ഒരു വാക്യം ഞാൻ പറഞ്ഞു നിർത്താം. Let me conclude with this one words. പത്രോസിനൊരു കാര്യം നന്നായിട്ട് അറിയാം. There is one thing that Peter knew. എൻ്റെ യേശു പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്നും മാറിപ്പോയിട്ടില്ല. He knew that all the promises that the Lord has given him will not change. ഈ മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആമേൻ പറഞ്ഞോ. ദൈവം നിങ്ങളോട് പറഞ്ഞ ഒരൊറ്റ വാഗ്ദത്തങ്ങളും ഇന്നും മാറിപ്പോയിട്ടില്ല. Let me remind you that all the promises that the Lord has given you has not changed. 2024 25 കഴിഞ്ഞ് 26 കയറാൻ പോവാ. പക്ഷെ ഓർത്തോണം, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളൊന്നും മാറിയിട്ടില്ല. And as we finish 24 and 25, we should always remember that the promises that the Lord has given us is with us. അത് നിവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ ഒരു സ്തോത്രം ചെയ്താൽ. Amen. Hallelujah. എൻ്റെ യൗവനകാലത്തിൻ്റെ യേശു പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാതെ പോകത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്ര യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. Let's thank the Lord for the people of God who believe that all the promises that I received in my young age will not go. നീ മറന്നുപോയ ചില വാഗ്ദത്തങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകൽ ഓർപ്പിക്കുന്നു. The Lord is reminding us promises that you do not remember anymore. നീ ഇതിനൊന്നും യോഗ്യതയാണോ എന്ന് ചോദിച്ച നിമിഷങ്ങൾ നിന്റെ മുമ്പിലുണ്ടാകും. പക്ഷെ നിന്റെ കണ്ണുനീരും നിന്റെ വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ അധികാരത്തോടെ കിടക്കുന്നത് കൊണ്ട് ആ വാഗ്ദത്തങ്ങളെ മറികടക്കുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ലെന്ന് ദൈവാത്മാവ് ആലോചന തരികയാണ്. The Holy Spirit is reminding us that you might think that you are not worthy for these promises, but that is for you and it will happen for sure. ദൈവം നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. I thank the Lord for the people of God who believe that you will be a blessing. നിന്റെ മരണം ലോകം മുന്നിൽ കാണുമ്പോൾ നിന്നെ പല രീതിയിൽ തകർത്ത് കളഞ്ഞ് നിന്റെ ജീവൻ ഇവിടം കൊണ്ട് തീർക്കുമെന്ന് ലോകം വിചാരിച്ചപ്പോൾ അതിന്റെ നടുവിൽ നിന്നെ ഉയർപ്പിച്ചതും എഴുന്നേൽപ്പിച്ചതും ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ കരങ്ങളാണ്. And it is the promise of the Lord that you are being able to be here alive.
തീർന്നു പോയി എന്ന് നീ വിചാരിച്ചു. ലോകം വിധി എഴുതി, ഡോക്ടർമാർ വിധി എഴുതി, ആമേൻ, നിന്റെ കുടുംബം വിധി എഴുതി. പക്ഷെ ഇന്ന് പകൽ ആമേൻ നിന്നെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെന്ന് വിശ്വസിക്കാം. And you should believe that it is the promise of the Lord that you are being able to be here alive, and even when the doctor said you will not. പലരും കാണാതെ പോയ കാലഘട്ടത്തിന്റെ നടുവിൽ നിന്നെ കാണാൻ ആമേൻ സ്വർഗ്ഗത്തിലെ ദൂതനെ അയച്ച് നിന്നെ തൊട്ട ദൈവത്തിന്റെ സാന്നിധ്യം നീ മറന്നു പോകരുത്. And you should not forget the promise of the Lord that has remembered you when all the other people around you forgot about you. ഇതിന്റെ ഭാവി എന്തായി തീരും, ഇതെങ്ങനെയായി തീരുമെന്ന് ചോദിച്ച രാത്രികളിൽ നിന്റെ ഉറക്കത്തിൽ നിന്നെ സഹായിപ്പാൻ ഇറങ്ങി വന്നത് ദൈവത്തിന്റെ ദൂതത്തിന്റെ സ്പർശനമായിരുന്നെങ്കിൽ ഇന്ന് മകൾ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, വാഗ്ദത്തങ്ങളൊന്നും മറന്നു പോകരുത്. If the angel of the Lord was there to uplift you during your sleepless night, the Holy Spirit is reminding you that you should not forget the promises of the Lord. നീ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയാകാതെ നീ മരിക്കത്തില്ലെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് വിളിച്ചു പറയാം. And the Holy Spirit is reminding you that you will see the fulfillment of your promise before you die. ലോകം മുഴുവൻ മാറിപ്പോകും, പക്ഷെ വാഗ്ദത്തം മാറത്തില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. I thank the Lord for the children of God who believe that even if the world moves away, the promises of the Lord will not move away. എൻ്റെ കർത്താവ് മരിക്കാതെ എൻ്റെ കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ മരിക്കത്തില്ലെന്ന്. And until my Lord dies, my promises will also not എൻ്റെ കർത്താവ് die. ജീവനോടുണ്ടെങ്കിൽ അവൻ ചെയ്ത വാഗ്ദത്തത്തിലും ജീവനുണ്ട്. And if my God is alive, the promises that he has given me is also alive. പറ, ഞാൻ ജീവനുള്ളവനായി ജീവനുള്ളവളായി ദൈവത്തിന്റെ മഹത്വം കാണും. Let's say that we will be alive and we will see the promises of the Lord. യേശുവിന്റെ നാമത്തിൽ In the name of the Lord Jesus. സുഖമായി ഉറങ്ങൂ ദൈവമൈതലേ. Let us be able to sleep peacefully, കാരണം children of എന്തെന്നറിയാമോ? God. Do you know the reason? നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. Because we have a promise. നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. No force can break us. നിന്നെ വിടുവിപ്പാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുമെന്ന്. And the angels of the Lord will ascend to help us and deliver us. ഒരു ദൂതോടെ ഞാൻ പറയട്ടെ. There is one more promise that I would like to give. സുഖമായി ഉറങ്ങുന്ന പത്രോസിന് ഒന്നറിയാം. The Peter who sleeps peacefully, he knows one thing. പോകുന്നതിന് മുമ്പ് ഹൃദയത്തിൽ അതൊന്ന് സീൽ ചെയ്തിട്ട് പോകണം. And you have to seal this in your mind before you leave this premises today. മരിച്ചാൽ ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ. If I die, I will be with my Lord. ജീവനുള്ളവനെങ്കിൽ എൻ്റെ കർത്താവിന്റെ സാക്ഷിയാകും. And if I live, I will be a witness of God. പ്രിയ ദൈവവൈതലേ, To the children of God, ആ ഒരു ധൈര്യം നമുക്ക് വേണം. we need that assurity. മണ്ണാകുന്ന ഈ ശരീരം കൊണ്ട് നമുക്ക് മേലോട്ട് പോകാനൊക്കത്തില്ല. We cannot take this mortal body of ours to heaven. ഇതിനെ കളഞ്ഞിട്ടേ നമുക്ക് മേലോട്ട് പോകാൻ. We have to live our mortal bodies here before we leave. അങ്ങനെയെങ്കിൽ If that's the case, ഇന്ന് പകൽ ആ വാഗ്ദത്തത്തിന്റെ മുറുകെ പിടിച്ചോ. we have to hold on to the promises that the Lord has given us. ഇങ്ങനൊരു പാട്ടുണ്ട്. മണ്ണാകുമീ ശരീരവും മൺമയമാം സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടും ശാശ്വതമാം ഓ മൺമയമീ ശരീരവും മൺമയമാം സകലവും വിട്ടങ്ങു ഞാൻ പറന്നിടും ശാശ്വതമാം ഭവനത്തിൽ എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൻ ഞാൻ പറന്നുയരും ഉയരത്തിൽ നാഥൻ സന്നിധേ എന്നുള്ളം ക്ഷീണിക്കുന്നേ. ഹല്ലേലൂയ. ഞാൻ പാടും യേശുവിൻ ഗീതം. ചിറകിൽ ഞാൻ പറന്നുയരും
വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും ഞാൻ, തോളിലേറ്റും കണ്ണീരൊക്കും ഉയർച്ച നൽകി മാനിക്കും. വീഴുമ്പോൾ താങ്ങും എൻ പ്രിയൻ, കരയുമ്പോൾ മാറിൽ ചേർക്കും ഞാൻ, തോളിലേറ്റും കണ്ണീരൊക്കും ഉയർച്ച നൽകി മാനിക്കും. എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ, നാഥൻ സന്നിധിയിലെ എന്നുള്ളം ക്ഷീണിക്കും നേരം ഞാൻ പാടും യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ, നാഥൻ സന്നിധിയിലോ. ലോകത്തിൻ സ്നേഹം മാറുമോ, യേശുവാണെന്റെ സ്നേഹിതൻ, എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാവൻ. ഓ ലോകത്തിൻ സ്നേഹം മാറുമേ, ഓ യേശുവാണെന്റെ സ്നേഹിതൻ, എന്നെ മുറ്റും അറിയുന്നവൻ, എൻ ജീവന്റെ ജീവനാവൻ. എന്നുള്ളിൽ, ഓ ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്. ഞാൻ അജു ബ്രദർ മുമ്പോട്ട് വന്നാട്ട് പ്രാർത്ഥിക്കാം. യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ, നാഥൻ സന്നിധിയിൽ എന്നുള്ളം, ഓ എന്നുള്ളം ക്ഷീണിക്കും നേരം. Yes, Lord. Praise you, Lord. യേശുവിൻ ഗീതം, ചിറകിൽ ഞാൻ പറന്നുയരും ഉയരത്തിൽ, നാഥൻ സന്നിധിയിലോ. ഹല്ലേലൂയ. സ്നേഹനായ ഞങ്ങൾ സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹം ഇവിടെ സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവേ, ഇന്ന് വചനത്തിലൂടെ ശക്തമായ അടിയങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം കർത്താവേ. അപ്പോൾ ഒരു ചെറിയ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ തൻ്റെ നാഥനെ തള്ളിപ്പറഞ്ഞ പത്രോസ്, കർത്താവേ, പടയാളികളുടെ നടുവിൽ സമാധാനത്തോടെ ഉറങ്ങുവാൻ അവനെ ധൈര്യപ്പെടുത്തിയ, അവനെ മാറ്റിമറിച്ച അങ്ങയുടെ വലിയ കൃപയെക്കുറിച്ച് ഞങ്ങളിന്ന് കേൾപ്പാനിടയായല്ലോ. And we know that, Lord Master, but there is a reason, because there is a praying church of God. Amen. There is, Lord, the promise that His angels will guard us, Lord. അങ്ങയുടെ ദൂതന്മാർ ഞങ്ങളെ കാവൽ ജീവൻ നടത്തിയ ഒരു വാഗ്ദത്തം ഞങ്ങളുടെ കൂടെ ഉണ്ടപ്പാ.
Amen. Hallelujah. Stotram. Yes, Lord, we know that, Lord, your promises are all true. വാഗ്ദത്തങ്ങളെല്ലാം കർത്താവേ സത്യമാണ്. കർത്താവേ അവയെന്നും നിലനിൽക്കുന്നവയാണ്. കർത്താവേ ഞങ്ങളോടുള്ള വാഗ്ദത്തങ്ങൾ കർത്താവ് പൂർത്തിയാക്കാതെ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടത്തില്ല എന്നുള്ള വാഗ്ദത്തത്തിനായി നന്ദിയോടെ സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. കർത്താവേ ദാവീദ് രാജാവ് ഞങ്ങളെ ഓർപ്പിക്കുന്നത് പോലെ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങും. അങ്ങല്ലോ യഹോവേ ഞങ്ങളെ നിർഭയം വസിക്കുമാറാക്കുന്നത്. Amen, Appa. This is your promise, of God. So, hallelujah, Master, we pray. കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ ഞങ്ങൾ ഈ വചനം കേട്ട ആരും കർത്താവേ ഞങ്ങൾ അവിശ്വാസികളായി തീരാതെ കർത്താവേ ഞങ്ങളുടെ വിശ്വാസം ഉറയ്ക്കുവാൻ കർത്താവേ ഞങ്ങൾ അങ്ങിൽ ശക്തിപ്പെടുവാൻ കർത്താവേ സാത്താനോട് ഈ ദിവസങ്ങൾ എതിർത്ത് നിൽപ്പാൻ ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ കർത്താവേ ഞങ്ങൾ കൃപ നൽകി ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വാഗ്ദത്തങ്ങൾ ഞങ്ങൾ ലഭിച്ച വാഗ്ദത്തങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ പുതിയ വർഷത്തിലേക്ക് കർത്താവേ ഞങ്ങൾ കർത്താവേ ശക്തിയോടെ പ്രവേശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ വചനം കർത്താവ് പ്രഘോഷിക്കാൻ ഞങ്ങളുടെ ദാസനങ്ങ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഞങ്ങളുടെ ആത്മാവിനെ നിറച്ചതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. കർത്താവേ തൻ്റെ കർത്താവ് ശരീരത്തിൻ്റെ ബലഹീനതയിലും കർത്താവ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രിയ സേഫിനെ അങ്ങ് ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവേ അധികമായ അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹമായ ആരാധന ലീഡ് ചെയ്യുവാൻ ഞങ്ങളുടെ സഹോദരങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവേ അങ്ങ് ആത്മാവിലും സത്യത്തിൽ ആരാധിപ്പാൻ കർത്താവിൻ്റെ നാമത്തെ പുകഴ്ത്തുവാൻ അടിയങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഞങ്ങളുടെ കൂട്ടത്തിൽ സൗഖ്യമില്ലാതായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ ജിമ്മിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ പൂർണ്ണ സൗഖ്യം വിടുതലും കൽപ്പിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിവിധങ്ങളായ ആവശ്യങ്ങൾ പറയാൻ കഴിയാത്ത ആവശ്യങ്ങളാൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അവിടുത്തെ പാദത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യവും വിടുതലും കർത്താവേ അങ്ങ് അനുഗ്രഹിച്ച് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ബലപ്പെടുത്തണമേ. കർത്താവേ ഞങ്ങളുടെ കർത്താവേ ന്യൂ ഇയർ സർവീസ് ഏറ്റവും അനുഗ്രഹമായി തീരും. കർത്താവ് സഹായിക്കണം. കർത്താവിൻ്റെ കർത്താവ് സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സമയമായി കർത്താവേ ഹല്ലേലൂയ ഒരാത്മീയമായ ചൈതന്യം ഞങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കർത്താവേ മുഖ്യ കർത്താവ് പറ്റിലുമായി കർത്താവ് അടികളെ പറ്റുമാകത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങൾ മടങ്ങി പോകുമ്പോൾ അവിടുത്തെ സാന്നിധ്യം പിരിയാത്ത സാന്നിധ്യം കൂടെ വരണം. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവിടുത്തെ മഹത്വപ്പെടുത്തുവോളം അവിടുത്തെ നന്മ കൃപ ഞങ്ങൾ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ായി നന്ദിയോടൊന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് പാടി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ കേൾക്കപ്പെട്ട ഈ ദൈവവചനത്തിൻ്റെ മേൽ ഇന്ന് മുതൽ കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.